നമുക്ക് ഇന്ന് വീണ്ടും പഴമയുടെ രുചിയിലേക്ക് പോവാം. അരപ്പുളിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കഷ്ണം മത്തനാണ്. മത്തൻ ഒരു 200 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, അധികം പുളിയുള്ളത് വേണ്ട കേട്ടോ. പാകത്തിന് ചില പുളി നല്ല പുളിപ്പാണല്ലോ, അപ്പോൾ ഇത് അത്ര പുളിയില്ല. പുളി ഞാൻ പുതിയ പുളിയും പഴയ പുളിയും കൂടി കലർത്തിയിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. പുതിയ പുളിക്ക് വളരെ പുളിപ്പ് കുറവാണ്. അപ്പോൾ ഈ മത്തനിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞ് ഒഴിച്ചു. ഇനി ഇതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വേവിക്കാൻ വയ്ക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വൻപയർ, ഒരു അരക്കപ്പ് കേട്ടോ, അരക്കപ്പിലും കുറവെന്ന് തന്നെ പറയാം, വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വൻപയർ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടെന്ന്, അതും കൂടി ഇതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി നമുക്ക് ഒരു 6-7 മിനിറ്റ് ഒന്നുകൂടി നമുക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു മസാല റെഡിയാക്കണം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ആദ്യം ഇടുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ, ഇത് 1 ടേബിൾ സ്പൂണാണ്, മറ്റേത് 1 ടീസ്പൂൺ മല്ലി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ എരിവിന് പാകത്തിന് കേട്ടോ. ഞാനിപ്പോൾ അധികം എരിവില്ലാത്ത മുളക് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. എരിവിന് പാകത്തിനുള്ള മുളക്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോ തേങ്ങ ചിരവിയത്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് 2 കറിവേപ്പിലയും വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇത് നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. തീ ഓഫ് ചെയ്തോളൂ, കാരണം ഇതിൻ്റെ ചൂടിൽ തന്നെ ആ കായപ്പൊടി ഒന്ന് നല്ല ചോക്കനയാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആറിയ ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കറി എന്തായിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ കഷ്ണങ്ങളും എല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മറ്റേ മസാല അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമ്മുടെ ജാറ് കഴുകിയ വെള്ളം കൂടി കുറച്ചെടുത്തോളൂ, കാരണം ഇതെന്തായാലും ഒരു കൊഴുപ്പ് വരും. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ച് ഇത് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് വേവിക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വറവ് റെഡിയാക്കണം കേട്ടോ. സിമ്പിൾ വറവാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച്, ഉഴുന്നുപരിപ്പ് പൊട്ടിക്കാം ഇതിൽ, പക്ഷേ ഉഴുന്നുപരിപ്പ് എൻ്റെ അടുത്ത് കഴിഞ്ഞ കാരണം ഞാൻ ഇടുന്നില്ല. പിന്നെ വേണമെങ്കിൽ മുളകിൻ്റെ പൊട്ടും ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിൾ വറവാണ് ഇതിലേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.